ബാക്കി വന്ന അപ്പത്തിന്റെ മാവ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 2 ദിവസം അപ്പം കഴിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് പരിഷ്കരിച്ചതാണ് ഈ വട്ടയപ്പം. അപ്പം അരിയൊന്നും കുതിർക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് അപ്പത്തിന്റെ മാവാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിപ്പുള്ള അപ്പത്തിന്റെ മാവായതുകൊണ്ട് തന്നെ ഞാനിവിടെ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി മധുരത്തിന് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. 1/4 കപ്പോളം ഞാൻ ശർക്കര ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ശർക്കര പാനിയായിട്ടാണ് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കരയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്നത് വരെ തിളപ്പിച്ചാൽ മതി. ഒരു നൂൽ പരിവൊന്നും ആവാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. ശർക്കര മൊത്തം ഉരുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരല്പം ഏലക്കയും ജീരകവും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ശർക്കരപ്പാനി തണുത്തതിന് ശേഷം നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊന്ന് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ മാവിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ മധുരം അല്പം കൂടി നിൽക്കണം. അപ്പോഴാണ് വേവിച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മധുരം കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും നട്ട്സും റൈസിൻസും ഒക്കെ ആഡ് ചെയ്യാം. ഞാനത് ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്ത് കഴിയുമ്പോൾ നമുക്ക് വട്ടയപ്പം എളുപ്പത്തിൽ ഇതിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വട്ടയപ്പം നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ വട്ടയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അല്പം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ച് കഴിക്കാം. അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഈസി വട്ടയപ്പം റെസിപ്പി. എന്നും എണ്ണ പലഹാരം കഴിച്ചു മടുത്തവർക്ക് ഇടയ്ക്കൊക്കെ ആവിയിൽ വേവിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.